നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലേക്ക് തൊഴിൽ വീസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി ഒടുവിൽ പിടിയിലായി. ഭീമനടി കമ്മാടം സ്വദേശി ജിൻസ് തോമസിനെയാണ് കർണാടകയിൽ വെച്ച് ഹോസ്ദൂർ പോലീസ് പിടികൂടിയത്. തട്ടിപ്പിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ പേപ്പർ വർക്കുകളുടെ പേര് പറഞ്ഞ് പരാതിക്കാരിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപയാണ് പ്രതി കൈപ്പറ്റിയത്. എന്നാൽ പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ നൽകാൻ തയ്യാറാകാതെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ പോലീസിൽ പരാതി നൽകി. പരാതിക്കാരൻ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടി ലഭിക്കാതെയോടെയാണ് കഴിഞ്ഞ വർഷം പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിലാണ് പ്രതി കർണാടകയിലെ ദാബസ്പേട്ട് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിയുന്നതിനിടെ അവിടെ ഒരു ഹോട്ടലിൽ മാനേജരായി ജോലി ചെയ്ത് വരികയായിരുന്നു ജിൻസ്. ഹോസ്ദുർഗ് പോലീസ് സംഘം നേരിട്ടെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർ കൃത്യമായ ഏജൻസികൾ വഴിയാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ജർമ്മനിയിലേക്ക് തൊഴിലിനായും പഠനത്തിനായും കുടിയേറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും ഒട്ടനവധി ആളുകൾ തട്ടിപ്പിനിരയാകുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള കൃത്യവും കാലികവുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ സെമിനാർ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന്, അതായത് ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 10 മണിക്ക് നടന്നു. തിരുവനന്തപുരത്തെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഗോയിദെ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത്. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ കേരളത്തിലെ ഓണററി കൗൺസിലറും ഗോയിദെ സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം, ജർമ്മനിയിലെ മാധ്യമപ്രവർത്തനം ലോക കേരള സഭ അംഗവുമായ ജോസ് കുംബ്ലുവേൽ എന്നിവരാണ് സെമിനാർ നയിച്ചത്. ജർമ്മനിയിലെ ജീവിതം ആസൂത്രണം ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങളുടെ പ്രാധാന്യത്തെ അഭിസംബോധന ചെയ്യുകയും രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംക്ഷിപ്തമായും അതുപോലെ തന്നെ ജർമ്മനിയിലെ ഇന്ത്യക്കാരുമായുള്ള പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന്റെ ആനുകാലികമായ സാഹചര്യങ്ങളും തൊഴിൽ പഠനം തുടങ്ങിയ മേഖലകളിലെ തട്ടിപ്പിന്റെ പുതിയ തലങ്ങളെപ്പറ്റിയുള്ള അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് ജോസ് കുംബ്ലുവേലിൽ വിവരിച്ചത്. ഇറാനെതിരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചു. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ഇരു രാജ്യങ്ങളും ആക്രമണം തുടങ്ങിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. അമേരിക്ക ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നും ഇസ്രായേൽ ഓപ്പറേഷൻ റോർ ഓഫ് ദി ലയൺ എന്നുമാണ് ഈ സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ നിലപാടിൽ ഇറാനിൽ നിന്നുള്ള അടിയന്തര ഭീഷണികൾ ാണ് ഈ നീക്കമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആയുധം താഴെ വയ്ക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുക്കുക എന്ന ഇറാൻ ഭരണകൂടത്തിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ മിസൈൽ വ്യവസായത്തെയും നാവികസേനയെയും തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണം തങ്ങൾക്കെതിരെയുള്ള ഭീഷണി മുൻകൂട്ടി കണ്ട് തടയുന്നതിനുള്ള പ്രിവന്റീവ് സ്ട്രൈക്കാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളിലും, അതായത് ഖത്തർ, കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഇറാഖ്, ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടാണ് വിവരം. നിലവിലെ സാഹചര്യം വിവരിക്കുമ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായും നഗരത്തിന് മുകളിൽ പുകപടലങ്ങൾ ശക്തമായി ഉയരുന്നതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. ഭയചകിതരായ ജനങ്ങൾ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് കൂട്ടമായി പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇന്ധനത്തിനായി പെട്രോൾ പമ്പുകളിൽ നീണ്ട നിര ദൃശ്യമാണ്. അതേസമയം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശുപത്രികൾ ഭൂഗർഭ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. അതേസമയം ഇറാനെതിരായി സൈനിക നടപടി പ്രഖ്യാപിക്കുന്നതിന് വെറും 7 മണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ ബർഗർ കഴിക്കുന്ന തിരക്കിലായിരുന്നു. ടെക്സസിലെ കോർപ്പസ് ക്രിസ്റ്റിയിലുള്ള പ്രശസ്തമായ വാട്ട ബർഗർ ഔട്ട്ലെറ്റിലാണ് ട്രംപ് എത്തിയത്. റെസ്റ്റോറന്റിലെ ജീവനക്കാർ ട്രംപിന് നൽകിയ ഓർഡർ നമ്പർ 47 ആയിരുന്നു. നിലവിൽ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകരമായ യാദൃച്ഛികതയായി. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ പ്രാദേശിക സമയം വൈകുന്നേരം 5:26 ട്രംപ് റെസ്റ്റോറന്റിൽ എത്തിയത്. തന്റെ പ്രശസ്തമായ ചുവന്ന തൊപ്പി ധരിച്ചാണ് അദ്ദേഹം എത്തിയത്. ട്രംപിനെ കണ്ടതും റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നവർ ആർപ്പ് വിളിച്ചതും വളരെ സവിശേഷതയോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വളരെ ആവേശത്തോടെ തന്റെ അനുയായികളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ബർഗർ കഴിച്ച് കൃത്യം 7 മണിക്കൂറുകൾ ശേഷമാണ് പ്രാദേശിക സമയം പുലർച്ചെ 2:30 ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ ഇറാനെതിരെയുള്ള ശക്തമായ വ്യോമാക്രമണം പ്രഖ്യാപിച്ചത്. US സൈന്യം ഇറാനിൽ വലിയ രീതിയിലുള്ള പോരാട്ടം ആരംഭിച്ചതായും ട്രംപ് ലോകത്തെ അറിയിച്ചു. യുദ്ധം പോലുള്ള നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് തൊട്ടു മുൻപും ട്രംപ് തന്റെ സാധാരണ ശൈലിയിൽ ജനങ്ങൾക്കിടയിൽ സമയം ചെലവഴിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്.
ലോകപ്രശസ്ത ഓൺലൈൻ വ്യാപാര ശൃംഖലയായ ആമസോണിൽ വൻ സാങ്കേതിക തടസ്സമുണ്ടായി. വെള്ളിയാഴ്ച രാത്രിയോടെ ജർമ്മനിയിലുടനീളം ആമസോണിന്റെ സേവനങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടു. സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും കാർട്ടിൽ ചേർക്കാനും കഴിയുന്നുണ്ടെങ്കിലും പണമടച്ച് ഓർഡറുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടത്. ഓർഡർ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ ക്ഷമിക്കണം, സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന സന്ദേശമാണ് സ്ക്രീനിൽ തെളിയുന്നത്. ജർമ്മനിയിലെ തകരാറിന് തൊട്ടുമുമ്പ് ബ്രിട്ടനിലും സമാനമായ രീതിയിൽ ആമസോൺ സേവനങ്ങൾ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. തകരാറിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആമസോൺ ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ജർമ്മനിയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ്. ഓരോ തൊഴിൽ നഷ്ടവും രാജ്യത്തിന് വരുത്തുന്നത് 50,000 യൂറോയുടെ നഷ്ടമാണ്. ജർമ്മനിയിൽ തൊഴിലില്ലായ്മ നിരക്ക് റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തി. ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് രാജ്യത്ത് 30.7 ലക്ഷം പേർ തൊഴിൽ രഹിതരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 81,000 പേരുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ തൊഴിലില്ലായ്മ നിരക്ക് 6.5%. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ഓരോ വ്യക്തിക്കും ജോലി നഷ്ടപ്പെടുമ്പോൾ ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം 50,000 യൂറോയുടെ മൂല്യനഷ്ടം സംഭവിക്കുന്നു. 81,000 പേർക്ക് അധികമായി ജോലി നഷ്ടപ്പെട്ടതിലൂടെ മാത്രം രാജ്യത്തിന് വർഷം തോറും 400 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വ്യവസായ മേഖലയിലെ തിരിച്ചടിയാണ് ആദ്യത്തേത്. ജർമ്മൻ വ്യവസായ മേഖലയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1.8 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഇല്ലാതായത്. പ്രതിമാസ ശരാശരി 15,000 പേർക്ക് ഈ മേഖലയിൽ ജോലി നഷ്ടപ്പെടുന്നു. വ്യവസായ മേഖലയിൽ തകർച്ച നേരിടുമ്പോൾ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പൊതുസേവനം എന്നീ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. സാങ്കേതിക വിദഗ്ധരായ തൊഴിലാളികൾ ദീർഘകാല തൊഴിലില്ലായ്മയ്ക്ക് പോകാതെ അവർ പുതിയ തൊഴിൽ മേഖലയിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജർമ്മനിയിലെ ബെർലിൻ പോലീസ് സേനയിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ അപേക്ഷകർ വൻതോതിൽ പരാജയപ്പെടുന്നതായി റിപ്പോർട്ട്. പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷാ പരീക്ഷയിലാണ്, അതായത് ഡോയ്ച്ച് ടെസ്റ്റിലാണ് ഭൂരിഭാഗം പേരും പരാജയപ്പെടുന്നത്. 2024-25 വർഷങ്ങളിലെ കണക്കനുസരിച്ച് 39.3% അപേക്ഷകരും ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അതായത് പരീക്ഷ എഴുതുന്ന 3-ൽ ഒരാൾ വീതം പുറത്താവുകയാണ്. പോലീസ് സേനയുടെ ഭാഗമാകാൻ അത്യന്താപേക്ഷിതമായി ഈ പരീക്ഷ ഇത്ര സങ്കീർണമാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. 204 വാക്കുകൾ മാത്രമുള്ള ഒരു ലളിതമായ ഡിക്റ്റേഷൻ ടെസ്റ്റാണ് ഇതിൽ പ്രധാനം. 7 തെറ്റുകൾ വരുത്തിയാലും പരീക്ഷയിൽ വിജയിക്കാം, അതായത് പാസ് മാർക്ക് നേടാം. എന്നിട്ടും ആയിരക്കണക്കിന് അപേക്ഷകർക്ക് ഈ കടമ്പ കടക്കാൻ കഴിയുന്നില്ല എന്നത് ഉദ്യോഗസ്ഥരെയും അധികൃതരെയും ആശങ്കയിലാക്കുകയാണ്. എഴുത്ത് പരീക്ഷയും സ്പെല്ലിംഗ് ടെസ്റ്റ് ഉൾപ്പെടുന്നതാണ് ഈ പരീക്ഷ. 40% അപേക്ഷകരാണ് ഭാഷാപരമായ കാരണങ്ങളാൽ പുറത്താകുന്നത്. രാജ്യത്തെ നിയമപാലകർക്ക് ഔദ്യോഗിക ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പോരായ്മ ഭാവിയിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും മറ്റും തടസ്സമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. UK സന്ദർശിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ബുധനാഴ്ച മുതൽ ഇലക്ട്രോണിക് വിസ നിർബന്ധമാക്കി. വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനും നിലവിൽ വന്നു. ഇതോടെ പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ പതിക്കുന്ന രീതി അവസാനിക്കും. എന്നാൽ വിസ അപേക്ഷകർ ബയോമെട്രിക് രജിസ്ട്രേഷന് വേണ്ടി പരീക്ഷാ കേന്ദ്രങ്ങളിൽ പോകണം. പാസ്പോർട്ട് അന്ന് തന്നെ തിരിച്ചു കിട്ടും. നടപടിക്രമങ്ങൾക്ക് 15 ദിവസം എടുക്കും. അപേക്ഷ അംഗീകരിച്ചാൽ മെയിലിൽ അറിയിപ്പ് ലഭിക്കും. തുടർന്ന് UK വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ വിസ ഡൗൺലോഡ് ചെയ്യാം. കഴിഞ്ഞ വർഷമാണ് UK സർക്കാർ ഈ വിസ ആരംഭിച്ചത്. ബുധനാഴ്ച മുതലാണ് ഇത് പൂർണ്ണമായി നടപ്പിലായത്. US, കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങി 85 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ലായിരുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇനി മുതൽ ETA ആവശ്യമാണ്. ആചാര്യ ഫിലിം സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ആചാര്യ കർമ്മരത്ന പുരസ്കാരം പ്രശസ്ത നാടകകൃത്ത് രാജു കുന്നക്കാട്ടിന്. കോട്ടയം മാറ്റുലിയുടെ ബൈബിൾ ഡ്രാമാസ്കോപ്പ് നാടകമായ ഒലിവുമരങ്ങൾ സാക്ഷി എന്ന കൃതിയുടെ രചനയ്ക്കാണ് ഈ അംഗീകാരം. 14ാമത് പുരസ്കാരം ഒലിവുമരങ്ങൾ സാക്ഷി എന്ന ഒരൊറ്റ നാടകത്തിന്റെ രചനയ്ക്ക് രാജു കുന്നക്കാട്ടിന് ലഭിച്ചത് വലിയ നേട്ടമാണ്. കേരളത്തിൽ ഉടനീളം വൻ വിജയമായിട്ടാണ് ഈ നാടകം പ്രദർശനം തുടരുന്നത്. ഈ നാടകത്തിലെ ഗാനരചന നിർവഹിച്ചത് മാധ്യമ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ജോസ് കുമ്പിളുവേലിയാണ്. 14 പുരസ്കാരങ്ങളാണ് ഇതിനോടകം ഇത് ഏറ്റുവാങ്ങിയത്. ബൊളീവിയയിൽ സൈനിക വിമാനം തകർന്നു വീണ് 15 പേർ മരിച്ചു. പുതുപുത്തൻ കറൻസി നോട്ടുകളുമായി വന്ന വിമാനം ലാപാസ് തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിലെ എൽ ആൾട്ടോയിലാണ് വിമാനം തകർന്നു വീണത്. പുതുതായി അച്ചടിച്ച കറൻസി നോട്ടുകളുമായി വന്ന വെർക്കുലീസ് എന്ന ഈ 130 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റൺവേയിൽ നിന്ന് നിയന്ത്രണം വിട്ടു നീങ്ങിയ വിമാനം സമീപത്തെ പാടത്തേക്ക് മറിയുകയും തീപിടിക്കുകയുമായിരുന്നു. അപകടത്തിൽ സമീപത്തുണ്ടായിരുന്ന 15ഓളം വാഹനങ്ങളും തകർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചത്. അതേസമയം നോട്ടുകെട്ടുകൾക്കായി ജനക്കൂട്ടം എത്തിയത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല.